നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം ലൈക്കൻ പ്ലാനസ് എന്ന ഒരു ത്വക്ക് രോഗത്തെ പറ്റിയാണ്. ഇതൊരു ഇമ്മ്യൂണിറ്റി ചലഞ്ചഡ് ആയിട്ടുള്ള ത്വക്ക് രോഗമാണ്. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ മൂലം തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന തിണർപ്പുകൾ ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പോൾ ഈ രോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് സ്കിന്ന് മാത്രമല്ല, ഓറൽ മ്യൂക്കോസയിലും അതേപോലെ തന്നെ നെയിൽസിലും ഒക്കെ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗം കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ മുടി പൊഴിച്ചിലും ഒക്കെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ലൈക്കൻ പ്ലാനസിനുള്ള കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണവും ആയുർവേദത്തിലുള്ള ചികിത്സയെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇതൊരു പകർച്ചവ്യാധിയല്ല. പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻസ്, അത് ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇൻഫ്ലമേഷൻസും ഉണ്ടാകും. അപ്പം ഈ ഒരു രോഗാവസ്ഥയിൽ പ്രധാനമായിട്ടും ഒന്നുകിൽ അത് ഫോറാമിലോ അല്ലെങ്കിൽ ആംഗിളിലോ കാലിലോ കയ്യിലോ അതല്ലെങ്കിൽ ഇന്നർ ഏരിയാസിൽ ജെനിറ്റൈൽസിൽ ശരീരത്തിലെ ഇടുക്ക് ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും പ്രകടമായ ലക്ഷണങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലാറ്റായിട്ടുള്ള റാഷസ് ആയിരിക്കും, കുരുക്കളായിരിക്കും. അതേപോലെ തന്നെ ഇതൊരു പർപ്പിളിഷ് കളറായിരിക്കും, ചിലപ്പം ബ്ലാക്കിഷ് കളറൊക്കെയാണ്. കാലപ്പഴക്കം കൂടുന്തോറും ഇതിൻ്റെ ഒരു കട്ടി കൂടും. അസഹനീയമായ ചൊറിച്ചിൽ ഈ ഒരു രോഗത്തിൻ്റെ പ്രധാന പ്രശ്നമാണ്. അതുപോലെ തന്നെ ഓറൽ മ്യൂക്കോസയിലാണെങ്കിൽ മൗത്ത് അൾസേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ രോഗിക്ക് നീറ്റലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടാം. ഒരു പ്രത്യേക പാറ്റേണിലാണ് ഓറൽ മ്യൂക്കോസയിൽ ഈ ഒരു രോഗാവസ്ഥ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആയുർവേദത്തിലുള്ള ചികിത്സ പറ്റി പരിശോധിക്കാം. ആയുർവേദത്തിൽ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിരുന്നു, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ പ്രധാനമായിട്ടും പഞ്ചകർമ്മ ചികിത്സകളാണ്. പ്രധാനമായിട്ടും അഗ്നിക്കുണ്ടാകുന്ന വൈഷമ്യമായിട്ടാണ് ഈ ഒരു രോഗാവസ്ഥയെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അഗ്നി കറക്ഷൻ വേണ്ടിയുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ. അതിൽ പ്രധാനമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളാണ്. അതിൽ തന്നെ ചെറിയ രോഗാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ശമന ചികിത്സാ വിധികൾ അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ട് മാത്രം ഈ രോഗത്തെ ചികിത്സിക്കാൻ പറ്റും. കാലപ്പഴക്കം കൂടുന്നതോറും പഞ്ചകർമ്മ ചികിത്സകൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ പറഞ്ഞു. അപ്പം അസഹനീയമായ ചൊറിച്ചിലോ ലീഷൻസിലോ ഒക്കെ അത് കുറയാൻ വേണ്ടി ചെറിയ പ്രശ്നങ്ങൾ മൂലമാണെങ്കിൽ ശമന ഔഷധികൾ കൊണ്ട്, റെഗുലേറ്ററി മെഡിസിൻസ് കൊണ്ട് തന്നെ, പുറമേയുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്, ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകൾ കൊണ്ട് തന്നെ ഈ രോഗത്തിന് ഫലപ്രാപ്തി ഉണ്ടാകും. പിന്നീട് കാലപ്പഴക്കം കൂടുമ്പോൾ അഗ്നിക്കുള്ള വൈഷമ്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ തന്നെ വേണ്ടി വരും. കിടിപകുഷ്ഠം എന്നാണ് ആയുർവേദത്തിൽ ഈ ഒരു രോഗാവസ്ഥയെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും സ്നേഹപാനം പോലുള്ള ചികിത്സകൾ ചെയ്ത് ശരീരത്തെ ശോധന ചികിത്സ ചെയ്യേണ്ടി വരും. വമനം, വിരേചനം പോലുള്ള ശോധന ചികിത്സകൾ ചെയ്ത് രോഗി ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം ഈ പറഞ്ഞ അഗ്നി കറക്ഷൻ ചെയ്തതിന് ശേഷം രസായനം പോലുള്ള ചികിത്സാ വിധികളൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇതൊരു പകരുന്ന രോഗാവസ്ഥയല്ല. ഇത്തരം രോഗം ഉള്ള ആൾക്കാരെ പ്രത്യേകിച്ച് പകർച്ചവ്യാധി എന്ന പേരിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ട്രെസ് ഒരു പ്രധാന ഫാക്ടറാണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള വാക്സിനേഷൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങൾ, ചില വൈറൽ ഇൻഫെക്ഷൻസും ഈ രോഗത്തെ ട്രിഗർ ചെയ്യുന്നതൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. സ്ട്രെസ്സും ഒരു പ്രധാന ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധ കാരണങ്ങൾ, പലവിധത്തിലുള്ള മെഡിക്കേഷൻസ് ഇതൊക്കെ ഈ രോഗത്തിന് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാകും. ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ ഈ രോഗം ട്രിഗർ ചെയ്യപ്പെടുകയും ഈ ഒരു ലീഷൻസ് നേരത്തെ പറഞ്ഞ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രകടമാവുകയും ചെയ്യും. അപ്പോൾ ഇതിന് കട്ടി കൂടി കഴിയുമ്പോഴത്തേക്ക് രോഗിക്ക് അസഹനീയമായ ചൊറിച്ചിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സാ വിധികളാണ് പ്രധാന പ്രതിവിധിയായിട്ട് ഇത്തരം രോഗാവസ്ഥയെ സമീപിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്തരം ചികിത്സാ വിധിയിലൂടെ രോഗിക്ക് ഫലപ്രദമായ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള അലർജൻസ് ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആഹാരങ്ങൾ, ഭക്ഷണ സാധനങ്ങളായാലും അതേപോലെ തന്നെ മറ്റ് മെഡിക്കേഷൻസോ മറ്റ് ഘടകങ്ങളോ ഒക്കെ ട്രിഗർ ഫാക്ടേഴ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ചിട്ടയായ ജീവിത രീതിയും ലൈഫ് സ്റ്റൈലും ഒക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ രോഗത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.